ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഓഫാണ്, അപ്പോൾ എൻ്റെ ഒരു വീക്കെൻഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ഷൂട്ട് ചെയ്യാം, വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, ജസ്റ്റ് ഒന്ന് റെഡിയായി, ഒന്ന് പുറത്ത് പോകണം. അപ്പം ഞാൻ വീക്കെൻഡ് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് കേട്ടാൽ ദോശ, ഒരു ഹെൽത്തി മിക്സ് ആയിട്ടുള്ളൊരു ദോശയാണ് കഴിച്ചത്. ഞാനിവിടെ താമസിക്കുന്നിടത്തുള്ള ഓണറുടെ വൈഫ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പുള്ളിക്കാരി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ഇന്നൊരു ദോശ ഉണ്ടാക്കി. സോ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നൊരു ഹെൽത്തി ദോശയാണ് ഞാൻ കഴിച്ചത്. പുള്ളിക്കാരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലീവ് ഡേയ്സ് കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ ഫിനിഷായി. സോ ഇത് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ദോശ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നത്. സോ നിങ്ങളത് കണ്ടിട്ട് തിരിച്ചു പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഓക്കെ. ഈ ഒരു മാവിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കിയത്. ഇത് ഒരു ഹെൽത്തി മിക്സ് ആയിട്ടുള്ള മാവാണ്. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കടല, പരിപ്പ്, ഉഴുന്ന്, ഉലുവ ഇങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ മാവ് ഇത്രയ്ക്ക് നല്ല ലൂസായിട്ട് എടുക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ട് എടുക്കില്ലേ, ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വേറെ ഒണിയൻ, കറി ലീഫ്, പിന്നെ കൊറിയാൻഡോ ലീഫ്, ഇതൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തത്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒണിയൻ്റെ ടേസ്റ്റും പിന്നെ മല്ലിക്കൊത്തിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. സോ ഈ മാവ് എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, കിട്ടുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക. വൺ സൈഡ് ദോശയാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറു ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ഈ ദോശയുടെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് തക്കാളി ചട്നിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ തക്കാളി ചട്നി ആയിട്ടാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ മാവ് എല്ലായിടത്തും കിട്ടുമെന്ന് അറിയത്തില്ല. സോ കിട്ടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ചായ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങി. സോ പുറത്ത് പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ ലഞ്ചൊക്കെ രാവിലെ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ലീവ് ഡേയ്സ് മോസ്റ്റ്ലി കുറച്ചധികം ഫുഡ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളിലോട്ടൊക്കെ കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് കടലക്കറി വെക്കാനുണ്ട്. പിന്നെ പയറും കുറച്ച് കറി വെക്കണോ അതോ പയറും കുറച്ച് വേവിക്കണമെന്ന്. അപ്പോൾ ഞാൻ അത് രാവിലെയാണ് വെള്ളത്തിലിട്ടത് കോരാനായിട്ട്. ഒരു 2 hours ഒക്കെ കഴിയുമ്പോൾ വയ്ക്കാൻ പറ്റും തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് വയ്ക്കാം. പിന്നെ മെയിനായിട്ട് വയ്ക്കാനായിട്ടുള്ളത് സോസേജ്. ഇന്നലെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് സോസേജ് കറിക്കായിട്ട് ഞാൻ സോസേജ് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് മാത്രമേ ഇട്ടു. കുറച്ചുനേരം ഞാൻ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കും. അതിന് ഫ്രൈക്കാണെങ്കിലും എല്ലാ കറി വയ്ക്കുന്നെങ്കിലും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചില്ലി പൗഡറും ദെൻ ഇതിൽ കുറച്ച് ഞാനിതിൽ ഇട്ടിട്ടുള്ളത് ചില്ലി പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് സോൾട്ട്, ചിക്കൻ മസാലയും കൂടെ കുറച്ച് ആഡ് ചെയ്യാറുണ്ട്. സോ ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ വയ്ക്കാനുള്ളത് ഇതാണ്. ഇത് നമുക്കിവിടെ ബോട്ടിലിൽ കിട്ടുന്നതാണ് ട്യൂണയുടെ ഫിഷ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വീക്ക്ലി വൺസ് ഇത് ഒറ്റ കോംബോ ആയിട്ട് ഇങ്ങനെ കിട്ടും. 4 എണ്ണം ഒരുമിച്ച്. അത് ഒരുമിച്ച് എടുത്തിട്ട് വീക്ക്ലി വൺസ് അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു ബോട്ടിൽ നിന്ന് വയ്ക്കണം. പൾസ് ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ലേശം ഉപ്പ്. പിന്നെ നമ്മൾ നാട്ടിൽ ചെറിയ ഉള്ളിയൊക്കെ യൂസ് ചെയ്യും. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്ര മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പുളി കുറച്ച് കോരാനായിട്ട് ഇട്ടിട്ടുണ്ട്. സോ വയ്ക്കുന്ന ടൈമിൽ കുറച്ച് പുളിയും കൂടെ ഒഴിക്കുന്നതാണ്. സോ ടൂണ ഫിഷ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഓയിൽ മിക്സ് ആയിട്ടാണ് ഇത് ഫിഷ് കാണുന്നത്. പിന്നെ ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കുക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിത്ര ഓയിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഓയിൽ കളഞ്ഞ് കുറച്ച് ജസ്റ്റ് ഒന്ന്
ഫസ്റ്റ് ടൈം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. പിന്നെ നോർമലി നമ്മുടെ ഫിഷ് കറിയൊക്കെ വയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോയും ചില്ലിയും ആഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മാത്രം മതി, ഫിഷ് കറി വേഗം റെഡി ആവുന്നതാണ്. അപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കി. ദെൻ സോസേജ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കൂടുതലും സോസേജ് കറി വയ്ക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ബട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ടറിലാണ് കൂടുതൽ കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ബട്ടറിൽ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോസേജ് നമ്മൾ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ദെൻ ഫ്രൈ ചെയ്തത് മാറ്റിയതിന് ശേഷം ദെൻ ആ സെയിം പാനിൽ തന്നെ നമ്മൾ സോസേജ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത്. ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വെച്ചാൽ നമുക്ക് സവാള ഇട്ട് കൊടുത്ത് സവാള ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് പച്ചമുളകൊന്നും ഇല്ലാത്തത് വേറെ സവാള മാത്രമേ ഉള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് യൂസ് ചെയ്തത് കൊണ്ട് ഇതിലോട്ട് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. ദെൻ നമുക്ക് മസാലസൊക്കെ ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് മസാല ഇട്ടത് കൊണ്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ദെൻ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോസേജ് കൊണ്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസേജ് കറി റെഡി. നമ്മളിത് ബീഫൊക്കെ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും ഉണ്ടാക്കുമ്പോൾ. റൂമിലിരുന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ, നല്ലൊരു ഷോപ്പുണ്ട്. സോ അവിടെ പോയിട്ട് 2 ഷവർമ മേടിച്ചിട്ട് വരാം. പിന്നെ ഞാൻ മെയിനായിട്ട് റൂമിലിരിക്കുമ്പോൾ കൂടുതൽ ചെയ്യാറുള്ളത് കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, അതല്ലാണ്ട് ഞാൻ ക്ലീനിങ് ഒക്കെ മുന്നത്തെ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മൂവി എന്തെങ്കിലും കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. സോ വന്ന് നമുക്ക് ഷവർമ കഴിച്ച് മൂവി കാണാം. അപ്പോൾ നമുക്ക് പോവാം കേട്ടോ. എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഒരു അസുഖമാണ്, ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. ഒരു അസുഖമാണെന്ന് അറിയത്തില്ല, ബട്ട് ആ ഒരു അസുഖം എനിക്കുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞാൻ റെഡി. കുട എടുത്തിട്ടുണ്ട്, നല്ല ചൂടാണ്. സോ കുട മസ്റ്റാണ്. സോ ഞാൻ ഇറങ്ങി നടക്കുന്നു. കുട എടുത്തു. കുറച്ചുകൂടെ 5 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, കുറച്ച് നടന്നാൽ മതി. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ചർച്ചിൻ്റെ ടൈം ആയതുകൊണ്ടും ഞാൻ പോയ സമയം ബെസ്റ്റായിരുന്നു. സോ എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ പോയ കാര്യം നടന്നില്ല, അതേപടി തിരിച്ചു വന്നു. ഇവിടെയാണെന്നുള്ള കാര്യം വിട്ടുപോയി. ഇവിടെ ചർച്ചിലൊക്കെ പോകുന്ന ടൈമാണ്. സോ അപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ആണ്. ഞാൻ പോയ വഴിയിൽ തന്നെ തിരിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കുന്നു. ഷവർമ കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഷവർമ കഴിക്കാൻ കൊതിച്ച് ഷോപ്പിൽ പോയി, പക്ഷേ ഷോപ്പൊക്കെ ക്ലോസ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓർഡർ ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കുന്നത്. എന്താണെന്നറിയത്തില്ല, എൻ്റെ കാർഡ് എടുക്കുന്നില്ല പേ ചെയ്യാനായിട്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അത്ര കാശുമില്ല, കുറച്ചേ ഉള്ളൂ. സോ ഞാൻ പിന്നെ നല്ല എഗ് റൈസ് ഉണ്ടാക്കി. തൽക്കാലത്തേക്ക് എഗ് റൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഈവനിങ് എന്തായിരുന്നാലും പുറത്തു പോകണം. അപ്പം എൻ്റെ ആഗ്രഹം ഞാനിന്ന് സാധിക്കുന്നതാണ്. ഷവർമ്മ കഴിച്ചിരിക്കണം എന്നാണ്. ഞാനൊന്ന് ഫ്രഷായി, കുറച്ച് നേരം ഉറങ്ങി, ഫ്രഷായി. പിന്നെ ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു, സോ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പം ഇവിടെ സമയം ഒരു 6:30 ഇതാണ് എൻ്റെ വിൻഡോയിൽ നോക്കുമ്പോഴുള്ള വ്യൂ. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും വേറൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇവിടെ. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്ത് പോകണം. എൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലുള്ള അവരുടെ കൂടെ ഞാൻ പുറത്ത് പോകുന്നത്. സോ നെസ്റ്റോയിൽ പോകണം, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, തിരിച്ചു വരണം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടെന്ന് നോക്കുന്നു. അപ്പോൾ ഒരുമിച്ച് പോയി സ്വന്തമായി പുറത്തുനിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് നാളെ പോയിട്ട് പോരാൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനായിട്ട് ഞാൻ റെഡിയായി. പിന്നെ വേറെ പിന്നെ റൂമിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാത്തത് തന്നെയാണ്. യൂഷ്വലി പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തില്ല. ലഞ്ച് കഴിച്ചു, പിന്നെ ഒരു മൂവി കണ്ടു, പിന്നെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. സോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ റെഡി ആയതാണ് പുറത്തോട്ട് പോകാനായിട്ട്. സോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഫ്രൂവിലാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ എൻ്റെ ഫ്ലാറ്റിലുള്ള ഓണർ 2 ലേഡീസ് ഉണ്ട്. സോ അവരുടെ കൂടെ പുറത്ത് പോകുന്നത്. അപ്പോൾ യാത്രയ്ക്കുള്ളൂ. നമ്മൾ പുറത്ത് പോവുക. സോ ഇവർ 2 പേരാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓണർ. 2 പേരല്ല, ഒരാള്. എനിക്കിവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഞാൻ മറ്റൊരു കൺട്രിയിലാണെന്നുള്ള കാര്യം. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതിലൊരാഗ്രഹമായിരുന്നു വേറൊരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അത് സംഭവിക്കാൻ ഒരു 10% പോലും ചാൻസ് ഇല്ലെന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരുപാട് ട്രൈ ചെയ്ത് തളർന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹോപ്പും ഇല്ലാതായിരുന്നു ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എവിടേക്കോ ചെറിയൊരു ഹോപ്പ് തോന്നുമെങ്കിലും അടുത്തൊരു സെക്കൻഡ് തന്നെ അതിനൊട്ടും ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ തെളിയിച്ചിട്ടുണ്ട്. ബട്ട് എങ്ങനെയാണെന്നറിയില്ല, ഞാനിപ്പോൾ വേറൊരു കൺട്രിയിലാണ്. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ വേറൊരു കൺട്രിയിലാണ്. സോ എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ നമ്മുടെ അടുത്ത വ്ളോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ പിന്നെ ഒരു ഷോപ്പിലോട്ട് കയറി. ഇതൊരു 1 റിയാൽ ഷോപ്പാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഷോപ്പാണ്, പക്ഷേ അകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല തിരക്കുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. 1 റിയാൽ ഷോപ്പാണ്. ജ്വല്ലറി ഐറ്റംസ് ഒക്കെയാണ്, ആൻറ്റിക് ജ്വല്ലറി ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലുള്ളത്. നല്ലൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ, മലയാളി ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസും നല്ല ലെസ്സാണ്. സോ റുബിയുടെ സെൻട്രലായിട്ട് തന്നെയായിരുന്നു ഈ ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. സോ ഞാൻ പേര് ഡിസ്പ്ലേയിൽ കാണിക്കാം. സോ ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് നെസ്റ്റോയിൽ പോയി. നെസ്റ്റോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. സോ നെസ്റ്റോയിൽ പോയി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു നെസ്റ്റോയിൽ. സോ അതുകൊണ്ട് ഞാൻ നെസ്റ്റോയിൽ പോയതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ദെൻ അവിടെ നിന്ന് റിട്ടേൺ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോഴേക്കും നല്ല ടയേർഡായി. സോ ഫുഡൊക്കെ കഴിച്ചു. ദെൻ റൂമിലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി. പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എനിക്ക് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.